ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടവർ ഡേറ്റും സമയവും കൃത്യമായിട്ട് എടുത്തു വയ്ക്കുക. നമ്മൾ പറഞ്ഞു വരുന്നത് ദേവിയെക്കുറിച്ച്, ഒപ്പം ജ്യോതിഷത്തിലെ ഓരോ ഗ്രഹങ്ങളും എങ്ങനെയൊക്കെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത് എന്നും മറ്റൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സൂര്യനെ കൊണ്ടാണ് ഈ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. സൂര്യൻ നീചരാശിയിലും ഉച്ചരാശിയിലും നിന്നാലുള്ള ഫലങ്ങൾ, അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും പറയുന്നത്. അന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, സൂര്യൻ നീചത്തിൽ നിൽക്കുന്നവർക്ക് ഒന്ന്, സൂര്യനെ കൊണ്ട് ആത്മാവിനെ ചിന്തിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സൂര്യന് ശനിയോഗവും മറ്റൊക്കെ ഉണ്ടായാൽ, സർപ്പയോഗം ശനിയോഗമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെയേറെ ദോഷം ചെയ്യുന്ന യോഗങ്ങളാണ്. ഈ മുജ്ജന്മം കൊണ്ട് തന്നെ വളരെ മോശപ്പെട്ട ആത്മാവായിരിക്കും അവരുടേതെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ജന്മത്തിൽ കൂടുതൽ ഉപാസനാ മാർഗങ്ങളിലെല്ലാം സഞ്ചരിച്ചുകൊണ്ട് ആ ദോഷം പരിഹരിച്ച് വേണം മുമ്പോട്ട് പോകാൻ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. അതായത് ആ സൂര്യ പിഴച്ചു പോയ അതായത് തുലാൻ രാശിയിൽ നിൽക്കുന്നവരെ കൊണ്ടാണ് പറയുന്നത്. ഏറ്റവും നീചരാശി സൂര്യന് തുലാൻ രാശിയാണ്. അപ്പോൾ തുലാമാസം ജനിച്ചവർക്കാണ് അവിടെ ശനിയൊക്കെ യോഗം ചെയ്യുക, അല്ലെ ശനിയുടെ ദൃഷ്ടി വരിക. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സൂര്യനെ കൊണ്ട് ആത്മാവിനെ ചിന്തിക്കുന്നത് വിഷയമുള്ളത് കൊണ്ട് ആത്മാവിന് തന്നെ കുഴപ്പമുണ്ടാകുന്നതാണ്. അപ്പോൾ ആത്മാവ് ഇങ്ങനെ റൂഹ് എന്ന് പറയും ഖുറാനിൽ. അപ്പോൾ സോളെന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ സോളിൻ്റെ ശുദ്ധീകരണമാണ് ഓരോ ജന്മത്തിലും നടക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊന്നും ആരും കണ്ടയാളൊന്നും ഇല്ല. ആത്മാവ് അങ്ങനെ പോകുന്നുവെന്ന് ജ്ഞാനപ്പാനയിലും മറ്റൊക്കെ മറ്റേ ഈ പൂന്താനൊക്കെ അതിൻ്റെ യാത്രയെക്കുറിച്ചൊക്കെ പച്ച മലയാളത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് തന്നെ വലിയ വലിയ മഹാപണ്ഡിതന്മാർ വേറെ രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ആചാര്യന്മാരുടെ വചനങ്ങൾ ശ്രദ്ധിക്കുക എന്നല്ലാതെ നമുക്ക് ഇതിനൊന്നും വേറെ വഴിയൊന്നുമില്ലല്ലോ. കാരണം ഇതൊക്കെ ഒരു സങ്കല്പവും കൂടിയല്ലേ, ആരും കണ്ടയാളൊന്നുമില്ലല്ലോ. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കീച്ചേരി. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. ജൂലൈ 1, 94. ഓക്കെ, സമയം പറയൂ. രാവിലെ 10-നും 10:15 ഉള്ളില്. അതൊരു കൃത്യമായ സമയം അല്ലല്ലോ, ചെറിയ മാറ്റങ്ങൾ. രാവിലെ 10:10 പറഞ്ഞത്. ശരി, 10:10. ഓക്കെ. അപ്പോൾ രേവതി നക്ഷത്രം. അതെ. ഇതാരുടേതാണെന്നും പറയണം. മോൻ്റെതാണ്, കല്യാണക്കാരെ അറിയാൻ വേണ്ടിട്ട്. ശരി. മകനിപ്പം വയസ്സ് 30 വയസ്സായി. 30 വയസ്സ്. എന്തോ അവിടെ ഒരു ശബ്ദം വരുന്നുണ്ട്, എന്താണെന്ന് നോക്കൂ. ഓ, വോളിയം കുറക്കൂ. ഇല്ല, ടിവി വെച്ചിട്ടില്ല സാർ.
ഓ അതെയോ, പിന്നെ എന്താണ് ശബ്ദം? അത് കിളി ലവ് ഓക്കെ, ആ ലവ് ബേഡ്സ്, അത് ശരി, എനിക്ക് മനസ്സിലായില്ലോ. അപ്പോൾ നിങ്ങൾ ലവ് ബേഡ്സിനൊക്കെ വളർത്തുന്നുണ്ട്. ശരി, നന്നായി. അത് വീട്ടിൽ വളർത്തുന്നത് നല്ലതാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ സമയം ഇയാൾക്ക് വളരെയേറെ അനുകൂലമാണ്. ശുക്രദശയിൽ പിന്നെ വ്യാഴത്തിൻ്റെ അപഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നടക്കേണ്ടതാണ്. അത് അപ്പോൾ ഈ 6-ാം തീയതി മുതലാണ് ആ വ്യാഴാപഹാരം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നടന്ന് കിട്ടും. ആള് നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട്. ഭയങ്കര ബോഡി ആയിരിക്കും, അത് സത്യമാണ്. ഇവിടെ ചിങ്ങലഗ്നല്ലേ, വിരിഞ്ഞ മാറിടവും മറ്റൊക്കെ ഉണ്ടാവും. അതുപോലെ അമ്മയോട് വളരെ സ്നേഹവും. അപ്പോൾ അതൊക്കെ ഈ ജാതകത്തിലെ പ്രത്യേകത. ചിങ്ങലഗ്നക്കാർക്ക് അമ്മ എന്ന് പറഞ്ഞാലും വളരെയേറെ, അതേസമയം അത്രയും അടുപ്പം അച്ഛനോട് ഉണ്ടാവില്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും വലിയ ഹൈറ്റ് ഉണ്ടോ? നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ കാണാൻ പോകുന്ന കുട്ടികളൊക്കെ ഹൈറ്റ് കുറവ്, അങ്ങനെ ഭൂരിഭാഗം തള്ളിപ്പോകുന്നത്. ഓ ശരി. ഇതിപ്പോ 6'2" മേലെയുണ്ടോ? ഉണ്ട്. അപ്പോൾ അതിന് പറ്റിയ കക്ഷികൾ വേണം, എന്നാലും മാത്രമേ അല്ലാതെ ഒരു മാച്ചിങ്ങും കിട്ടൂല. പിന്നെ അവന് പ്രശ്നമില്ല, പെൺകുട്ടിക്ക് അല്ല, അത് ഇപ്പം അവനായാലും തീരെ ഉയരം കുറഞ്ഞ് 5 അടിയിൽ താഴോട്ടെല്ലാം പോയാൽ പെൺകുട്ടികളെല്ലാം അധികവും 5 കുറവും മറ്റൊക്കെയല്ലേ, 4-8 അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതൊരു തീരെ ഒരു ഇത് കിട്ടില്ല. 6'4" ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് കണക്കായ വണ്ണവും ഉണ്ട് അല്ലേ? അതിനനുസരിച്ച് വെയിറ്റും ഉണ്ട്. അതെ. അപ്പോൾ പിന്നെ ഒരു സംഭവം തന്നെയാണ് നടന്നു പോകുന്ന കണ്ടാൽ. അപ്പോൾ നല്ല ദൃഷ്ടി വരും അല്ലേ? അപ്പോൾ ദൃഷ്ടി അത് ശ്രദ്ധിക്കണം. അത് ഇവിടെ എന്താ പറയുക, ഈ ഏരശനിയുടെ സമയമാണ്, ദൃഷ്ടിയെല്ലാം ബാധിക്കുന്ന കാലഘട്ടമാണ്. പിന്നെ നല്ല ഈ ജാതകപ്രകാരം നല്ല ജോലിയും ഉണ്ടെന്നാണ് കാണുന്നത്. സ്വന്തമായിട്ട് 2 വീലർ വർക്ക്ഷോപ്പ് നടത്തുക, നല്ല വരുമാനമുള്ള ജോലി. അത് തന്നെ. പിന്നെ ധനലാഭയോഗമുള്ള ജാതകമാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊരു മോശവുമില്ല. അപ്പോൾ അന്നേരം ഈ സമയത്തൊക്കെ ആണ് ബ്ലാക്ക് മാജിക്കൊക്കെ പിടിച്ചു കളയും. അതൊക്കെ ശ്രദ്ധിക്കണം. ഏരശനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഏരശനി സമയത്താണ് മനുഷ്യർക്ക് ഈ എന്താണ് നെഗറ്റീവ് പരിപാടികൾ ബാധിക്കുന്ന കാലഘട്ടമായിട്ട് ഏരശനിയെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇയാൾക്കിപ്പം ഏരശനി ശക്തി പ്രാപിക്കാൻ പോവുകയാണ്. 2-3 മാസം കഴിഞ്ഞാൽ കൂടുതൽ ശക്തി പ്രാപിക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അപ്പോൾ വന്നേക്കാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ട മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത്തരം വിശ്വാസമുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വരിക. അതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു പരിഹാരം. ഒരു രോഗം ഉണ്ടെങ്കിൽ ഒരു മരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അയാളുടെ താല്പര്യം പോലെ, അയാൾക്ക് താല്പര്യമില്ലേ വിട്ടേക്കൂ. കാരണം ഇത് ജാതകപ്രകാരം ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം ഈ പിന്നെ ഒന്ന് കാര്യസാധ്യത്തിനും അത് നല്ലതാണ്. ഇയാൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചില പ്രത്യേക ദൈവിക കർമ്മങ്ങളും കൂടി ഇയാളെ കൊണ്ട് ചെയ്യിക്കേണ്ടതുണ്ട്. അതൊക്കെ നേരിട്ട് സംസാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് ഇയാളുടെ ആ വിഷയത്തിലുള്ള താല്പര്യം എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക. ആയിക്കോട്ടെ, ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇതാണ് ഈ സൂര്യൻ ഇങ്ങനെ പിഴച്ച് നിന്ന് കഴിഞ്ഞാൽ അസ്ഥി സംബന്ധമായിട്ട്, അതേപോലെ കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞു കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അച്ഛനെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ കുറഞ്ഞു പോവുക എന്നുള്ളത്, ഇതൊക്കെ നേരെ തിരിച്ചിട്ട് മേടൻ രാശിയിലാണ് ഉച്ചത്തിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ അയാൾക്ക് ഏറ്റവും അനുകൂലമായിട്ടും വരും.
ചില ആളുകൾക്ക് അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തിനെ കൊണ്ട് മാത്രം അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കണ്ടിട്ടില്ലേ, കണ്ട കൊതിയാവും. ചില അച്ഛനിങ്ങനെ കുറേ പണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ അന്നേരം ഇപ്പം അംബാനിയുടെ മോൻ, വലിയ അംബാനിയുടെ മോൻ മുകേഷ് അംബാനി, അയാളത് പെരുക്കി, അതിപ്പോൾ അയാളുടെ മക്കൾ ഇങ്ങനെ, അവർക്കൊന്നും എന്താണ് എത്രയോ തലമുറകൾക്ക് വേണ്ടത് ഇങ്ങനെ. ഇപ്പം ഇതേപോലെയുള്ള അതിസമ്പന്നന്മാരുണ്ട്. അവരുടെ മക്കളായി ജനിച്ചു കഴിഞ്ഞാൽ, അവരുടെ മക്കളായി ജനിച്ചാലും പണിയെടുക്കത്തില്ലേ പോയി, അത് വേറെ കാര്യം. പക്ഷേ പിന്നെ അച്ഛനെ കൊണ്ട് വല്ലാതെ അനുഭവിക്കാൻ യോഗമുള്ള ചില മക്കളെ കാണാം. നേരെ അപ്പുറമുള്ള മകൻ അച്ഛനെ കൊണ്ട് ഒരു ഗുണവും കിട്ടാതെ, അച്ഛന് സ്കൂളിൽ വിടാൻ പോലും സാധിക്കാതെ, അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ കാര്യത്തിന് പോലും മകനെ സഹായിക്കാൻ പറ്റാതെ അച്ഛനും ഉണ്ടാവും. അത് ഈ ജാതകം നോക്കിയാൽ മനസ്സിലാവും അച്ഛനെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ എന്ത് എന്നുള്ളത്. അതേപോലെ അച്ഛൻ്റെ ആയുസ് പോലും ഈ ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയായ രൂപത്തിൽ നോക്കിയാൽ അച്ഛന് ദീർഘായുസുണ്ടോ, അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വത്തുകൾ കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പറഞ്ഞു തരാൻ പറ്റും. അതിൻ്റെ ചില നിഗൂഢ വശങ്ങളുണ്ട്. ആ വശങ്ങളും കൂടി പഠിച്ച ജ്യോതിഷി ആയിരിക്കണം. അത് എന്താ പറയുക, അതൊരു നിയോഗം കിട്ടിയ ജ്യോതിഷിക്ക് മാത്രമേ അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റൂ. എല്ലാ ജ്യോതിഷികൾക്കും പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഈ സൂര്യൻ്റെ പിഴവ് ഉള്ളവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂരിൽ. പയ്യന്നൂർ, പറഞ്ഞോളൂ. 1989 ജനുവരി 23 രാത്രി 9:30. എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ്? പയ്യന്നൂർ. ശരി, ഓക്കെ. ആയില്ല നക്ഷത്രം. അതെ. ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ? പെണ്ണിൻ്റെ. എന്താണ് അറിയേണ്ട വിഷയം? ഇപ്പോഴത്തെ സമയം അറിയാൻ വേണ്ടിട്ടാണ്. നിങ്ങളുടെ തന്നെയാണോ? അതെ. ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ? എന്തെങ്കിലും PSC ഒക്കെ നോക്കുന്നുണ്ടോ? മുന്നിലതിന് ഇപ്പം ഇല്ല. ഇല്ല, ആ ഭാഗം വിട്ടു. ശരി. അല്ല, കാരണം ഒരു ജോലിക്കൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ അത് തീരെ വേണ്ടെന്ന് വെച്ചോ? ഇനി അന്നേരം കൊറേ നോക്കീനി. പിന്നെ അതങ്ങോട്ട്. ഇനി എന്താണ് ഇപ്പൊ അറിയേണ്ട വിഷയം? എന്താണ് ഇപ്പം? ഒന്നും വീടൊന്നും ആയിട്ടൊന്നുമില്ല. എങ്ങനെയുണ്ടത്ര? എങ്ങനെ? അതൊക്കെ അങ്ങോട്ട് ആയി വരും. ദൈവാനുഗ്രഹമുള്ള ജാതകമാണ്. ഇപ്പം ചന്ദ്രദശയാണ്. ചന്ദ്രദശയേക്കാളും നന്നാവും. ചൊവ്വാദശയിലാണ് കൂടുതൽ മെച്ചങ്ങൾ കാണുന്നത്. അപ്പോൾ ചൊവ്വ 32 മുതലാണ് ചൊവ്വ. ഇനി 8 കൊല്ലം കഴിഞ്ഞാലാണ് ഏറ്റവും നല്ല സൂപ്പർ ടൈം വരുന്നത്. ഈ ചന്ദ്രദശയിൽ സമ്മിശ്രമായിരിക്കും. മനസ്സിന് പലപ്പോഴും ഒരു അസ്വസ്ഥത അനുഭവപ്പെടും. ഒരുതരം ചന്ദ്രന് മറിഞ്ഞ് കിടക്കുന്ന ചന്ദ്രനാണ്. അതുകൊണ്ട് ഓരോരോ ടെൻഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഇപ്പോഴത്തെ ഒരു സമയത്തിൻ്റെ ഫലമാണ്. അതിന് ദേവീക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത്. പിന്നെ ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ അത് പിന്നെ ഇതിൻ്റെയൊക്കെ ദോഷം ശമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതെല്ലാം അതിൻ്റെ വിധിപ്രകാരം ജപിക്കുന്നത് കൂടുതൽ ഗുണമാവും. ഇനി അതല്ലാതെ തന്നെ ഒന്നുമില്ലാതെ ദേവിയെ തന്നെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ജപിക്കുന്നതിനും വിരോധമില്ല. അക്ഷരത്തെറ്റ് ഇല്ലാതെ ജപിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അത് അങ്ങനെ ഒന്ന് നോക്കൂ. ഈ ചന്ദ്രദശയുടെ ദോഷം, ചന്ദ്രൻ മറിഞ്ഞുപോയ ചന്ദ്രനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
ആ ഇടയ്ക്ക് നിങ്ങൾ ഉടക്കുന്നുണ്ടോ ഭർത്താവുമായിട്ട്? ആ ആ അതെന്തിനാണ്, എന്ത് വിഷയത്തിലാണ് വരുന്നത്? നിസ്സാര കാര്യം മതി. ആ നിസ്സാരം. ആ അപ്പോൾ അത് വേഗം ഇണങ്ങൂലേ? പിണക്കം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകില്ലല്ലോ. ഇല്ല. ആ അല്ല, ഇണക്കവും പിണക്കവും അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ പിണക്കം നീട്ടിക്കൊണ്ടുപോകരുത്, അത് ശ്രദ്ധിക്കണം. ഈ ജാതകപ്രകാരം ഇങ്ങനെ ചില സമയം ഒരു പാമ്പിനെ പോലെ കളിക്കും അയാൾ, അല്ലേ? ആ അയാളവിടെ ഉണ്ടോ? അടികൊള്ളൂ എനിക്ക്. ഇല്ല ഇല്ല. അപ്പോൾ ഏതായാലും അപ്പോൾ അതൊക്കെ ഈ ജാതകത്തിൽ ഇങ്ങനെ ഏഴിൽ സർപ്പം നിൽക്കുക എന്നുള്ളത് അതുകൊണ്ട് പറഞ്ഞതാണ്. ചില സമയത്തൊരു വല്ലാത്ത കളി ഉണ്ടാവും, പിന്നെ ചില സമയം നല്ല മനുഷ്യനായിരിക്കും. അത് പക്ഷേ നിങ്ങൾ തമ്മിൽ വേറെ ഇതൊന്നുമില്ല, ചെറിയ മട്ടിലുള്ള ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലാതെ നിങ്ങൾ ദാമ്പത്യ ജീവിതമെല്ലാം വളരെ സമ്പൂർണ്ണമായിട്ടോ. കാരണം 7-ാം ഭാവാധിപൻ മനസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ 7-ാം ഭാവാധിപൻ മനസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ഭർത്താവിനോട് നിങ്ങൾക്ക് വളരെയേറെ ആത്മാർത്ഥമായ സ്നേഹമുണ്ടാവുമെന്നാണ്. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ തമ്മിൽ അകന്നു പോകുന്നില്ല. അല്ല, ഇപ്പം കംപ്ലീറ്റ് ഇതാണല്ലോ, 30% മേലെ ഡൈവേഴ്സാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചെറിയ പിണക്കങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതായാലും ആ ദോഷത്തിന് നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് തളിപ്പറമ്പിൽ രാജരാജേശ്വരൻ്റെ മുമ്പിൽ പൊന്നും കൂടെ വെച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ നന്നായിരിക്കും. പയ്യന്നൂരിന് അടുത്താണല്ലോ. അപ്പോൾ ഒരു ദിവസം രാത്രി പോയിട്ട് രണ്ടുപേരും കൂടി പോയിട്ട് സ്വർണ്ണക്കുടം വെച്ചിട്ട് അവിടെ പട്ടംതാലി സമർപ്പിക്കണം. അപ്പോൾ അത് 1000 ചില്ലറ ഉറുപ്പിക മാത്രമേ ചിലവുള്ളൂ. അത് നിങ്ങളെ ഈ കലഹത്തിന് ഒരു സമാധാനം ഉണ്ടാകും. അതിന് ശേഷം നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഏതായാലും നന്നായി വരട്ടെ. ഇപ്പോൾ ഉള്ള ഈ അവസ്ഥയെല്ലാം മാറി വരും. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇതേപോലെ തന്നെയാണ് ചന്ദ്രൻ്റെ അവസ്ഥയിലേക്കും വന്നു കഴിഞ്ഞാൽ. ഈ ഓരോ ഗ്രഹത്തിൻ്റെയും വിശദമായ പഠനമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിങ്ങനെ ജനറലായിട്ടിങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചന്ദ്രൻ്റെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ സൂര്യനെ കൊണ്ട് അച്ഛനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ചന്ദ്രനെ കൊണ്ട് അമ്മയെയാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം അമ്മക്കും ബാധകമായിട്ട് വരും. അതായത് ചന്ദ്രൻ നീചത്തിൽ നിൽക്കുന്നവർക്ക് മാതൃ വിഷയത്തിലുള്ള വിഷമം, ചില ആളുകൾക്കെല്ലാം മാതാവൊക്കെ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോവുക, അത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ കാണാം. അത് ചന്ദ്രൻ നീചത്തിൽ നിന്നാൽ മാത്രം അല്ല, ചന്ദ്രന് തീരെ ബലഹാനി വരിക, അതായത് സൂര്യയോഗം വരിക, അല്ലെങ്കിൽ ശനിയോഗം വരിക, ഇതൊക്കെ വന്നു കഴിഞ്ഞാലാണ് വളരെയേറെ മോശമായ അവസ്ഥയിലേക്ക് അവർ പോകുന്നത്. അവരിൽ ചിലർക്ക് മനോരോഗം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഈ പല ടൈപ്പുണ്ടല്ലോ. ആ ചിലർക്ക് വെറുതെ അനാവശ്യമായ ടെൻഷനായിരിക്കാം, ചിലർക്ക് ഡിപ്രഷനായിരിക്കാം, വിഷാദം. ഇനി ചിലർക്ക് അകാരണമായ ഭയം, എന്തിനേയും സംശയത്തോടു കൂടി നോക്കുന്ന ഒരു സ്വഭാവം. എന്നെ ആരോ എന്തൊക്കെയോ ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആരൊക്കെയോ വയറ്റിൽ എന്തൊക്കെയോ തന്നിട്ടുണ്ട്, എന്നെ പിന്നെ വേറെ ചിലർക്ക് എന്നെ ഒബ്സഷൻ പോലെ എന്നെ പാമ്പ് കടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ എനിക്കെപ്പോഴും മോശം വരും എന്ന് മാത്രം ചിന്തിച്ച് നടന്നിട്ട് അതിനെക്കുറിച്ച് എപ്പോഴും ടെൻഷൻ അടിക്കുന്ന സ്വഭാവം, ഇതൊക്കെ ഇത്തരം വ്യക്തികൾക്ക് കണ്ടുവരുന്നു. ഒന്നാമത് ഇത്തരം ചന്ദ്രനെ ദോഷമുള്ള വ്യക്തിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ അയാളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ, ഉറക്കം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വളരെ സീരിയസ് ആണ്. ഒരു വ്യക്തി സൗണ്ട് സ്ലീപ്പ് എന്നുള്ള അവസ്ഥ,
അതൊരു 6 മണിക്കൂറെങ്കിലും കിട്ടണമെന്നാണ്. ഇനി അതല്ല 4 മണിക്കൂർ കിട്ടിയാലും വളരെ എനർജറ്റിക്കായിട്ട് ചാടി എഴുന്നേൽക്കുന്ന ആളൊക്കെ ഉണ്ട്. അത് പിന്നെ ഏറ്റവും ചുരുങ്ങിയത് ഇത്രയെങ്കിലും കിട്ടണം. ഇപ്പോൾ 8 മണിക്കൂർ ഉറങ്ങുന്നതൊക്കെ പിന്നെ ഒരു ചെറുപ്പത്തിലുള്ള യൗവനത്തിലാണ് അതൊക്കെ. 8 മണിക്കൂർ ഉറങ്ങുന്നതൊക്കെ വളരെ ക്ലിയറാണ്. ഇനി ജനിച്ച ഉടനെയുള്ള കുട്ടി 18 മണിക്കൂർ 22 മണിക്കൂർ വരെ ഉറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ കുട്ടിയുടെ ഉറക്കം കുറഞ്ഞു വരുന്നു. അതായത് ചില കുട്ടികൾ ഉറങ്ങില്ല. ആ കുട്ടീനെ കൊണ്ടാണ് അമ്മമാർ നിലവിളിക്കുന്നത് മുഴുവൻ കുട്ടിയുടെ ഉറക്കം, രാത്രി ഉറങ്ങാതെ കുട്ടി. ചില കുട്ടികൾ പകൽ ഫുള്ള് കിടന്നുറങ്ങിയിട്ട് രാത്രി. അത് കുഞ്ഞുങ്ങളുടെ കാര്യം വേറെ. ഞാനീ പറഞ്ഞതുമായിട്ട് അതിനെ കൂട്ടി ചിന്തിക്കരുത്. ഇത് ഞാൻ പറയുന്നത് മുതിർന്നതിന് ശേഷമുള്ള അവസ്ഥയാണ്. അത് കുട്ടികളിൽ ചിലർക്ക് ഇങ്ങനെ ഉറക്കം കൂടുതലായിട്ട്, ചിലർക്ക് രാത്രി ഉറക്കം കുറഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടാവും, വെറുതെ കരഞ്ഞുകൊണ്ട്. അത് അമ്മയുടെയും കൂടി പാരയാണ്, അമ്മക്ക് പാരയാണത്. അത് ഇതിൻ്റെ വിഷമനുഭവിക്കുന്നത് അമ്മയാണല്ലോ. ചില വീട്ടിൽ അച്ഛനും അമ്മയും കൂടി ശ്രദ്ധിക്കുന്ന കുട്ടിയാണെങ്കിൽ 2 പേർക്കും അത് ബാധിക്കും. അമ്മ മാത്രം കുട്ടിയെ നോക്കുന്ന ചില വീടും ഉണ്ടാവും. അവിടെ അച്ഛൻ നന്നായിട്ട് അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നുറങ്ങുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇത് ഇപ്പോഴത്തെ അധിക പിന്നെ പേരൻസും അങ്ങനെയല്ല. 2 പേരും കൂടി ചേർന്നിട്ടാണ് എല്ലാ കാര്യത്തിലും. അങ്ങനെ അല്ലാതെ പാർട്ട്ണറാണല്ലോ. പണ്ടത്തെ പോലെ ഭാര്യയും ഭർത്താവും അല്ലല്ലോ, ലൈഫ് പാർട്ട്ണറല്ലേ. പാർട്ട്ണർ വേണ്ടാതെ കളി കളിച്ചാൽ പിന്നെ ഭാര്യ സ്വഭാവം മാറും. അതാണ് വിഷയം. അപ്പോൾ പണ്ട് അങ്ങനെയല്ല. നമ്മളെല്ലാം കാലത്ത് ഞാനൊക്കെ ഭർത്താവായിരുന്നു. ഇപ്പം ഭർത്താക്കന്മാരില്ല. അതൊന്നും നടക്കുകയില്ല. ഞങ്ങളെ തലമുറയോടുകൂടി തീർന്നു. അത് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കോളുണ്ട്. ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ. പറയൂ, ഡേറ്റ് പറയൂ. 1971 ജൂലൈ 30. സമയം 6:42 AM. എന്താണ് അറിയേണ്ട വിഷയം? വീട്ടിന്റെ പണിയൊന്നും ഉണ്ടായിട്ടില്ല. ആരുടേതാണിത്? എന്റെ ചോതി നക്ഷത്രം. അതെ. വീടിന്റെ പണി നടന്നില്ലെന്നാണോ പറയുന്നത്? പണി കഴിയാണ്ട് താമസിച്ചതാ. ഓക്കെ. കുറച്ച് കടയെല്ലാം ഉണ്ട്. അതെ, അതൊക്കെ സാധാരണയല്ലേ. വീടെടുത്ത കട എല്ലാവർക്കും ഉണ്ടാവില്ലേ? നിങ്ങൾക്കിപ്പം ദൈവം സഹായിച്ച് അത്ര മോശ സമയമൊന്നുമില്ല. 2 ബുധനാണ്. ഇനി ആ കടങ്ങളൊക്കെ വീട്ടി മുമ്പോട്ട് പോകാൻ സാധിക്കും. ശനിദശയൊക്കെ കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ 24 ഇപ്പം ബുധൻ്റെ ദശ തുടങ്ങി. അത് 22-ലാണ് ബുധൻ്റെ ദശ തുടങ്ങിയത്. ഇപ്പം നടക്കുന്നത് കേതുവിൻ്റെ അപഹാരമാണ്. അത് 1 വർഷമുണ്ട്. അത് കഴിഞ്ഞാൽ ശുക്രാപഹാരത്ത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. യാതൊരു സംശയവും വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് 1 വർഷം കഴിയണം. അതിനുശേഷം നിങ്ങൾ കടത്തിൽ നിന്നെല്ലാം മോചിതരാവും. നല്ല നിലയിൽ നിങ്ങൾ അല്ല, അതിനുശേഷമാണ് നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ. അതിനിപ്പുറം വീട് പണിയെടുക്കണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ കാര്യങ്ങൾ, അതിൻ്റെ എലിവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളെ സങ്കല്പത്തിലുള്ള വീട്, ആ വീട് അങ്ങനെ ആയി വരാൻ 1 വർഷം കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ മാറ്റം വരും. ഇപ്പോഴത്തെ അവസ്ഥ മാറി വരും. വീടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ ചന്ദ്രൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്.
ചന്ദ്രൻ ഇങ്ങനെ ഉള്ള വ്യക്തി പ്രധാനമായിട്ടും മനസ്സിൻ്റെ ശക്തി കുറവാണ് അയാളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. എല്ലാം നമ്മൾ നേടുന്നതും നമ്മൾ മുന്നോട്ട് പോകുന്നതും മനഃശക്തി കൊണ്ടാണ്. മനസ്സിന് ഒരു ശക്തി കുറഞ്ഞൊരു വ്യക്തിക്ക് നന്നായി ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റില്ല. അയാൾക്ക് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഏതെങ്കിലും എതിരെ വരുന്ന വണ്ടി തട്ടിപ്പോവോ പിടിക്കുകയോ അങ്ങനെയുള്ള ഭയം ഉണ്ടായാൽ പിന്നെ ഡ്രൈവിങ് ശരിയാവില്ലല്ലോ. അതെവിടെയും കൊണ്ട് അടിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകൾക്ക്. അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ ഇങ്ങനെ അയാൾ ഒന്നിനും അയാൾക്ക് പറ്റാതെ ഇപ്പം വിദേശത്തേക്കൊക്കെ പിന്നെ ഇത് കിട്ടിയിട്ട് വിമാനത്തിൽ കയറാൻ ഭയം എന്നിട്ട് പോവാതെ ആളെ എനിക്കറിയാം. അയാളുടെ ഭാര്യ എന്നോട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞതാണ്. ആ ഭർത്താവിനെ കൊണ്ട് ആരോടും പറയാൻ പറ്റുമോ? അത് ആകാശത്തിലൂടെ പോകുന്ന സാധനമല്ലേ എന്നാണ് പോലും അയാൾ ചോദിക്കുന്നത്. ഭാര്യ പറയും ഞാൻ എന്താണ് പറയുക, എന്താണ് ചെയ്യുക. ഇത് ആ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ഗൂഗിൾ പേ വഴി ബലം പറഞ്ഞപ്പോൾ എന്നോട് സംസാരിച്ചതാണ് ആ സ്ത്രീ. ഇപ്പോൾ ഇവിടുന്ന് നല്ല ഓഫർ വിദേശത്തെ അയാളുടെ അളിയൻ മുഖാന്തരം കിട്ടിയതാണ്. പക്ഷെ ഇത് അളിയനോട് പോലും പറയാൻ പറ്റില്ല എൻ്റെ ഭർത്താവ് ഇത്രമാത്രം ഭീരുവാണെന്നുള്ള കാര്യം. അത് ആങ്ങളയോട് പറയാൻ പറ്റില്ല. കാരണം ആ സ്ത്രീ അത്രമാത്രം ബഹുമാനിക്കുന്നു അവരുടെ ഭർത്താവിനെ. നല്ല ഭാര്യ ഒന്നും ഭർത്താവിനെ താഴ്ത്തി പറയില്ല. അത് 100% ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഭർത്താവിനെ ദ്വേഷിക്കുന്ന സ്ത്രീ ഉത്തമ സ്ത്രീ അല്ലെന്നാണ് നമ്മളെ ഭാരതീയമായ കൺസെപ്റ്റ്. അപ്പോൾ അത് തിരിച്ചും പറയണം, ഒരാൾ മാത്രമല്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ ഭർത്താവിന് ഇത്രമാത്രം ഭീരുവാണ് എൻ്റെ ഭർത്താവ് എന്ന് ആങ്ങളയോട് പോലും അവർ പറഞ്ഞില്ല, എന്നോട് മാത്രം പറഞ്ഞു. എനിക്കവരെ ഒന്നും അറിയില്ലല്ലോ. ഇങ്ങനെ ഗൂഗിൾ പേ വഴി കാര്യങ്ങൾ അറിയുന്നൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ കൊയർച്ച വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ സാധാരണക്കാരനായി ജീവിക്കുകയാണ്. എത്രയും വലിയ ഓഫറാണ് കിട്ടിയത്. അളിയൻ ആ രൂപത്തിലുള്ള മനുഷ്യനാണ്. പക്ഷേ വിമാനത്തിൽ കയറാൻ പേടിയാണ്. ഇത് ആകാശത്തിലെ പോകുന്നതല്ലേ, താഴെ വീണാലോ എന്താ ചെയ്യുക? ഇത്തരം മനുഷ്യന്മാരുണ്ട്. അത് ആർക്കും അവരെ കണ്ടു കഴിഞ്ഞാലോ പരമയോഗ്യൻ. ഞാൻ ചോദിച്ച ആളെങ്ങനെ, അയ്യോ നോക്കി നിന്ന് പോകുമെന്ന് പറഞ്ഞു ഭാര്യ. അത്ര പേഴ്സണാലിറ്റിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഉള്ളിൽ മുഴുവൻ ഭയമാണ്. അതാണ് അത്. ജാതകം പരിശോധിച്ചാൽ അത്ര ആൾക്കാർക്ക് ചന്ദ്രന് വലിയ കുഴപ്പം കാണാം. അതാണ് വസ്തുത. അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി പിന്നെ ദേവി ആരാധന മാത്രമാണ്. അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നത്, പറയൂ. 1993 സെപ്റ്റംബർ 22 ജനിച്ച സമയം ഉച്ചയ്ക്ക് ശേഷം 3:37. എന്റെ നിങ്ങളുടെ ആരാണ്? മകനാണ്. ശരി. ശബ്ദമെല്ലാം നല്ല യുവാവിൻ്റെ ആണല്ലോ. നന്നായിരിക്കട്ടെ. അല്ല, എന്തായാലും ഒരു 60 വയസ്സ് എന്തായാലും കാണുമല്ലോ. അപ്പോൾ ഒരു 35കാരൻ്റെ ശബ്ദമാണ്. അപ്പോൾ അത് നല്ലതാണ് കീപ്പ് ചെയ്യുക. അത് പക്ഷേ എനിക്കും ഉണ്ടായിരുന്നു അതേപോലെ നല്ല ശബ്ദം. പക്ഷേ ഇപ്പോൾ 2 വർഷമായിട്ട് എനിക്ക് താഴോട്ട് പോയി. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ നിലനിർത്താൻ കഴിയില്ല. ചെറിയ ഇത് വരും, നിങ്ങൾ നിലനിർത്തൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ശുക്രദശയാണ് മകന് നടക്കുന്നത്. അപ്പോൾ ഇപ്പം ബുധൻ്റെ അപഹാരമാണ് ശുക്രദശയിൽ. ബലവാനാണ് ബുധൻ. അപ്പോൾ നല്ല കാലം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കന്നിയിൽ നിൽക്കുന്ന ബുധൻ, ഉച്ചത്തിൽ നിൽക്കുന്ന ബുധൻ. അപ്പോൾ ആ ബുധൻ ഇയാളെ രക്ഷിച്ചെടുക്കും. ഇപ്പം എവിടെയാ ഉള്ളത്? ഇപ്പോഴും നാട്ടിൽ തന്നെ, എറണാകുളം. അതെ. ഇപ്പം ജോലി ചെയ്യുന്നുണ്ടല്ലോ? ഇപ്പോഴ് ഇല്ല, ഇപ്പോഴ് ജോലി ഇല്ല.
ജോലി എന്ത് പറ്റി? ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് എന്ത് പറ്റി? ചെയ്തുകൊണ്ടിരുന്ന ജോലി പല സ്ഥലത്ത് ഇങ്ങനെ കറക്കമായിരുന്നു. അതായത് ഒരു 3 മാസം 6 മാസമായിരുന്നു ഓരോ സ്ഥലത്തും. അപ്പൊ യാത്ര അവന് അത്ര ബുദ്ധിമുട്ട് വരുന്നു, നോർത്തിലെല്ലാം പോണ്ടി വരുന്ന. ശരി. അപ്പോൾ ഇപ്പോൾ അയാൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കാനാണോ? ശ്രമിക്കുകയാണ്, പുതിയ ജോലിക്ക് ശ്രമിക്കുകയാണ്. ആ ആ ഇയാളോട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കാൻ പറയണം. ഇപ്പോൾ 2 വീലർ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? 2 വീലർ ഉണ്ട്. അപ്പം അത് വളരെയേറെ ശ്രദ്ധിക്കാൻ പറയണം. ഈ ജാതകത്തിലുള്ള കുഴപ്പമാണ്. 4 ചൊവ്വയുള്ളവർക്ക് വാഹന സംബന്ധമായ ദോഷങ്ങൾ വരുമെന്നാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ചൊരു മെച്ചം വന്നാൽ ഉടനെ കാർ എടുക്കാൻ പറയണം. അപ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യാം, ബൈക്ക് ഒഴിവാക്കണം. ബൈക്ക് ഒഴിവാക്കണം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർ ബൈക്ക് കാറ് പഴയ കണക്കിൽ കാറ് ആനയായിട്ടാണ് സങ്കല്പം, ഈ ബൈക്ക് കുതിരയായിട്ടും. അപ്പോൾ ഗജവാജി വാഹനം എന്ന് പറയും. അപ്പോൾ ഗജത്തിൽ പോകാം, ആനപ്പുറത്ത് പോകാം, കുതിരപ്പുറത്ത് പോകരുതെന്ന് പറയും. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റേത് 2 ഉരുളല്ലേ, ഇത് മറ്റേത് 4 ഉരുളല്ലേ. അപ്പോൾ അത് 2 വ്യത്യാസമുണ്ട്. 2 വീലറിൽ പോയിട്ട് 9 ആക്സിഡന്റിലായ മനുഷ്യനായി പറയുന്നത്. ഇവിടെയൊക്കെ തുന്നിക്കൂട്ടിയതാ ചെറുപ്പത്തിൽ. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഇസ് എ ഗുഡ് ടീച്ചറാണ്. എനിക്കൊന്നും അന്ന് ആരും പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ കാർ എടുത്തതിന് ശേഷം എനിക്ക് അപകടവും ഇല്ല. കഴിഞ്ഞ 4 വീലർ യൂസ് ചെയ്യാം. 4 വീലർ അതാണ്, 4 വീലർ യൂസ് ചെയ്യാം. ഈ 2 വീലർ ഒഴിവാക്കുക, അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യത്തിൽ ഇയാൾക്ക് പിന്നെ ഈ വിവാഹമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് അതിന് പറ്റിയ അനുകൂലമായ സമയം തന്നെയാണ്. വിവാഹം കഴിഞ്ഞതാണ്. അത് കൊളാബറേഷനിൽ കഴിഞ്ഞതാണോ? അതെ. എന്നാൽ നേരത്തോടെ കഴിയും. അച്ഛൻ്റെ അല്ലേ മോനെ. അപ്പോൾ അതേതായാലും കുഴപ്പമില്ല. അത് ഞാവാകം ചിന്തിക്കണ്ടല്ലോ ഇനി. ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ അത് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അത് തന്നെയാണ് നല്ലത്. അതാണ് നല്ലത്. എന്തോ ആവട്ടെ, അത് ആ കാര്യമാണ്. ഇനി ആ ഭാഗം ചിന്തിക്കണ്ടല്ലോ. ശരി. ഇനി ഇപ്പം ഏതായാലും ഈ പറയുന്ന ഈ ബുധൻ്റെ അപഹാരത്തിൽ ഇപ്പം മിക്കവാറും ചെറിയ പീരീഡിനുള്ളിൽ തന്നെ നിങ്ങളുടെ മകന് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ജോലി ലഭിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാം നന്നായി വരും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മനോബലത്തിൻ്റെ കാര്യമാണ്. അത് ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നവർക്കും മനോബലം കുറഞ്ഞു കാണാറുണ്ട്. 6-ൽ നിൽക്കുന്നവർക്ക്, 12-ൽ നിൽക്കുന്നവർക്ക് ഒക്കെ. പിന്നെ ഈ നീചരാശിയിലാണെങ്കിൽ, വൃശ്ചികൻ രാശിയിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഈ എന്താണ് പറയുക, ഈ കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ചൊക്കെ പറയും. കർക്കിടകത്തിൽ രാശിയിൽ ആയില്യം നക്ഷത്രത്തിൽ അർദ്ധരാത്രി ജനിച്ചതാണെന്ന് കള്ളനായി പോകുന്ന. അതേപോലെ ശക്തൻ തമ്പുരാനും അങ്ങനെയായിരുന്നു പോലും, പക്ഷേ ക്രൂരനായിരുന്നു പോലും പലപ്പോഴും. തേക്കങ്കാട് മൈതാനമൊക്കെ ഉണ്ടാക്കിയ അദ്ദേഹമാണ്. അതൊക്കെ വേറെ കാര്യം. തൃശ്ശൂരിനെയൊക്കെ വികസിച്ചതൊക്കെ. പക്ഷേ വളരെ ഈ പ്രജകളോട് ഭയങ്കരമായ ക്രൂരത കാണിക്കുകയും ചെയ്യും പോലും ഈ ശക്തൻ തമ്പുരാൻ. അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് ഈ സമയത്ത് രാത്രി, ആയില്യ നക്ഷത്രത്തിൽ രാത്രി ജനിച്ചതുകൊണ്ടാണ്. അർദ്ധരാത്രി, കർക്കിടക മാസം. അങ്ങനെയാണ്. ഒന്നുകിൽ കള്ളൻ അല്ലെങ്കിൽ ക്രൂരൻ, ഇങ്ങനെയൊക്കെ വന്നു കളയും. അപ്പം ഇത് പൊതുവേ ചന്ദ്രന് വരുന്ന ദോഷങ്ങൾ വ്യക്തിയെ കള്ളനാക്കി മാറ്റാം. അതായത് മനസ്സിൻ്റെ അവസ്ഥ തെറ്റിപ്പോവുകയാണല്ലോ. ഇപ്പം ഒരു ന്യായമായ രൂപത്തിൽ വരുമാനവും കാര്യവുമുള്ള വളവട്ടണത്തെ കള്ളനെ കണ്ടില്ലേ? ന്യായമായ രൂപത്തിൽ ജീവിച്ചു പോകാൻ എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ. കൃത്യമായി ജോലിയെല്ലാം ചെയ്യുന്നവനാണല്ലോ. കട്ടിലിൻ്റെ അടിയിൽ ഇതുപോലും ഉണ്ടല്ലോ, അറപോലും ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉള്ളവനാണല്ലോ. അപ്പോൾ മോശമല്ലല്ലോ. എന്നിട്ട് അയാൾ എന്തിനാണ് അയാളുടെ വീട്ടിൻ്റെ പുറകിലുള്ള വീട്ടിൽ പോയിട്ട് അതിന് മുമ്പേ ഒന്ന് ചെയ്തു, അത് വിജയിച്ചപ്പോൾ കൂടുതൽ ധൈര്യം കിട്ടി. അങ്ങനെയാണല്ലോ കക്കുന്ന കാര്യത്തിൽ. അങ്ങനെയാണല്ലോ ഒരു കളവ് നടത്തിയിട്ട് അത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ലഹരിയായി മാറുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ്. ഇതൊക്കെ ഒരു ലഹരിയായിട്ട് മാറുക ചെയ്യുക. അത്
തെറ്റിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇയാൾ ഇങ്ങനെ പിന്നീട് ഇങ്ങനെ അവസരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് മന്നയിലെ മുതലാളി സ്ഥലത്തില്ല എന്ന് മനസ്സിലാക്കുന്നത്. അവിടെ കയറിയിട്ട് ഇനി അതല്ല അതിൻ്റെ വിഷയം. ഈ കള്ളനൊക്കെ ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? മക്കൾക്കടക്കം സ്കൂളിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടല്ലേ? അതാണല്ലോ ഇതിൻ്റെയൊക്കെ വലിയൊരു വിഷയം. മേൽവിലാസം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കുഴപ്പം, ബാക്കിയുള്ള കുറ്റത്തിൽ പെടുന്ന പോലെയല്ലോ. കള്ളൻ്റെ മകൻ എന്ന് പറയുന്നത് എത്രമാത്രം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അയാളതെല്ലാം എന്ത് ഒരു സാഹചര്യം കൊണ്ട് ഒരുത്തൻ കക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ചിലപ്പോൾ പണ്ട് സുപ്രീം കോടതി പോലും പറഞ്ഞില്ലേ, വിശന്നിട്ട് കക്കുന്നത് അത് കളവായി കൂട്ടാൻ പറ്റില്ല എന്ന്, ആഹാരം കട്ടെടുക്കുന്നത് കളവല്ല എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ടല്ലോ. പണ്ട് ജീൻവാൽജിൻ്റെ കഥയിലോ മറ്റോ ബിഷപ്പ് പറയുന്നില്ലേ, ആ വിളക്കുകാല്, വെള്ളിയുടെ വിളക്കുകാല് ഞാൻ അവന് കൊടുത്തതാണെന്നല്ലേ പറയുന്നത് ബിഷപ്പ്. അവൻ വിളക്കുകാല് മോഷ്ടിച്ചു, പോലീസ് പിടിച്ചു കൊണ്ടുവന്ന് ബിഷപ്പിൻ്റെ അടുത്തെത്തി. അവൻ കട്ടതല്ല, ഞാൻ കൊടുത്തതാണ്. ബിഷപ്പിന് കാര്യം മനസ്സിലായി. ഇവന് തീരെ ദാരിദ്ര്യം കൊണ്ടാണ് ഇവനെൻ്റെ ഇവിടുത്തെ പള്ളിയിലെ വിളക്കുകാല് മോഷ്ടിച്ചത്. പിന്നെ ഒരു മനുഷ്യൻ്റെ ദയനീയാവസ്ഥ. പിടിച്ചു കൊണ്ടുവന്ന പോലീസുകാരനോട് ബിഷപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കട്ടതല്ല, അവൻ തെറ്റി പറയുന്നതാണ്, ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞു. അതേപോലെ ആ ദയനീയാവസ്ഥയിൽ അങ്ങനെ ചെയ്തു പോയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ വരുന്നതൊക്കെ ഈ ചന്ദ്രൻ്റെ ഒക്കെ കുഴപ്പം തന്നെയാണ്. ഒരുവിധം നല്ല സെറ്റപ്പ് ഉണ്ടാവുക, നല്ല പേര് കേട്ട വെൽഡർ. കാരണം ഇതിൻ്റെ അളുമാരിയിൽ അകത്ത് കിടക്കുന്ന ലോക്കറൊക്കെ ഇതാന്ന് പറയുമ്പോഴേക്കും തുറക്കാൻ കഴിയുന്ന ഭയങ്കര ടെക്നീഷ്യനും കൂടിയല്ലേ ആ വ്യക്തി. എന്തെല്ലാം കഴിവുകൾ അയാൾക്കുണ്ട്. അയാളത് കളവിന് വേണ്ടി ഉപയോഗിക്കുകയാണ്, ദുരുപയോഗം ചെയ്യുക അയാളുടെ കഴിവിനെ. അവസാനം ഭാര്യക്കും മക്കൾക്കും പുറത്തിറങ്ങാൻ പറ്റില്ല, അയാൾ അകത്തേക്കും പോയി. അപ്പോൾ ഇതാണ് ഈ ചന്ദ്രന് കുഴപ്പം വന്നാൽ എന്താണ്, യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും വ്യക്തി മാറിപ്പോവുകയാണ് ചെയ്യുക. താൻ എന്താണ് ചെയ്യുന്നത്, തനിക്കെന്താണ്, ഇതൊന്നും അവർക്ക് ഒരുതരം പ്രത്യേക മാനസിക ഘടന അവരെ ബാധിക്കും. അങ്ങനെയാണ്. ചിലർക്ക് ദാമ്പത്യ ജീവിതം പറ്റില്ല, മറിച്ച് അവർ റേപ്പ് ചെയ്യാൻ പോകും. അങ്ങനെയുള്ള ആൾക്കാരില്ലേ, പോക്സോ കേസിലെ പ്രതികളൊക്കെ കാണുന്നില്ലേ. ഇതൊക്കെ ഈ മനസ്സിൻ്റെ ദോഷങ്ങളാണ്. അത്തരം വ്യക്തികളാണ് അത്തരം കർമ്മങ്ങളിലൊക്കെ കൂടുതൽ വ്യാപൃതരാവുക. കാരണം താൻ ആരെന്നോ, തൻ്റെ കഴിവുകൾ എന്തെന്നോ, താൻ എന്താണ് ചെയ്തുകൂടാത്തത്, താൻ എന്ത് ചെയ്യണം എന്നുള്ള വകതിരിവും തിരിച്ചറിവും ഒക്കെ ഇത്തരം വ്യക്തികൾക്ക്, ചന്ദ്രദോഷമുള്ള വ്യക്തികൾക്ക് കുറവായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ അത്തരം ദോഷങ്ങൾ ജാതകത്തിലുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത് തെറ്റിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് കളവിൻ്റെ വാസനയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പരദ്രോഹം ചെയ്യണമെന്നുള്ള ചിന്തയൊക്കെ വരുന്നവർ ഇങ്ങനെ ജാതകം ഒന്ന് പരിശോധിച്ചിട്ട് ഇത്തരം കുഴപ്പം എൻ്റെ ജാതകത്തിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അതൊരു മുൻകരുതലെടുക്കുന്നത് നല്ലതാണ്. കാരണം അവർക്ക് പരദ്രോഹവും വളരെയേറെ പ്രിയപ്പെട്ടതായിരിക്കും. നേരം വെളുത്ത ഇന്ന് ആർക്കിട്ടാണ് ഒരു പണി കൊടുക്കുക എന്നുള്ള മാത്രം ചിന്തയാണ്. അതൊക്കെ ഇതാണ്, ഈ രോഗമാണ്. തിരിച്ചടിയും ഭീകരമായിരിക്കും, അത് വേറെ കാര്യം. കാരണം പ്രപഞ്ചം അങ്ങനെയല്ലേ, പ്രപഞ്ചമേകും പട്ടും വെട്ടും പകരത്തിന് പകരമെന്നല്ലേ. നിങ്ങൾ നല്ലത് കൊടുത്താൽ പട്ട് ഇട്ട് തരും നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ മോശമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ വെട്ടാണ് കിട്ടുക. അത് ഉറപ്പല്ലേ എല്ലാവരുടെ കാര്യത്തിലും, ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആക്ഷനും റിയാക്ഷനും ഉറപ്പല്ലേ, അതില്ലാതെ ഈ പ്രപഞ്ചം മുമ്പോട്ട് പോകുമോ? ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തലശ്ശേരി. പറയൂ, ഡേറ്റ് പറയൂ. 15/11/2005 7:20 AM. ഭരണി നക്ഷത്രം ആരുടേതാണ്? എന്റെ തന്നെയാണ്. എന്താണ് നമുക്കറിയേണ്ടത്?
പഠിപ്പിനെ പറ്റിയിട്ട് എന്താണ് മോള് പഠിക്കുന്നത്? ഞാൻ BSc നഴ്സിംഗാ പഠിക്കുന്നത്. ആ, നന്നായിട്ട് പഠിക്കുന്നില്ലേ? ആ, പിന്നെന്താണ് പ്രശ്നം? അത് ഞാൻ പുറത്തു പോയിട്ടാ പഠിക്കുന്നത്, കർണാടക. ആ, ശരി. അപ്പൊ അവിടുന്ന് റൂംമേറ്റ്സ് ആയിട്ട് ഭയങ്കര പ്രശ്നം. അവരെല്ലാം അച്ചായന്മാരാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ. അങ്ങനെയൊന്നും പറയില്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അത് പിന്നെ അത് ഇന്ന ആൾക്കാരായതുകൊണ്ടൊന്നുമല്ല, ചില ആൾക്കാരുടെ സ്വഭാവമാണ്. ഞാൻ എത്രയോ നല്ല ആൾക്കാർ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. അങ്ങനെയൊന്നും പെട്ടെന്ന് അടച്ചാക്ഷേപിക്കുന്ന പോലെ പറയരുത് മോളെ. അത് ഒന്നോ രണ്ടോ പേർ അങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നു വെച്ചിട്ട് അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. ഏതായാലും പിന്നെ നിൻ്റെ ഇപ്പം നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യദശയാണ്. അതായത് സൂര്യൻ നീചത്തിലാണ് നിൽക്കുന്നത് 12ാം ഭാവത്തിൽ. ആ 12ാം ഭാവത്തിൽ നീചത്തിൽ തുലാം രാശിയിൽ നിൽക്കുമ്പോൾ ഈ ഒരു ദശ കഴിയുന്നത് വരെയുള്ള സമയം വളരെയേറെ മോശമാണ്. 2026 9ാം മാസം വരെയുണ്ട്. നീ ആരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ബലം നിൻ്റെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിപ്പോൾ ഫസ്റ്റ് ഇയർ ആണോ, ഇപ്പോൾ സെക്കൻഡ് ഇയറോ? അപ്പോൾ 2 കൊല്ലം കൂടി ഈ ഒരു കാലദോഷം നീ അനുഭവിക്കണം. അതിന് ശേഷമാണ് നിൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരും. പൂർണ്ണ ഭാവിന് ജനിച്ചവളാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ ഇപ്പം വീഴുന്നതും മറ്റൊക്കെ നോക്കണം. അതുപോലെ തലവേദന അനുഭവപ്പെടും. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, എന്തോ ഒരു ക്ഷീണമൊക്കെ അനുഭവപ്പെടും. അപ്പോൾ അതൊക്കെ ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് കഴിഞ്ഞാൽ ഭയങ്കരം അന്തരീക്ഷം മാറി വന്നിട്ട് തെളിഞ്ഞു വരും. 26 വരെ ക്ഷമിക്കണം, 2 കൊല്ലം കൂടി. പിന്നെ 10 കൊല്ലം നിൻ്റെ കളിയാണ്. 10 അല്ല 17 കൊല്ലം. അത് ചിലപ്പോൾ വിദേശത്തൊക്കെ പോയിട്ട് വലിയ ശമ്പളമൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ വലിയ ലെവലിലൊക്കെ എത്തിപ്പെടാം. അങ്ങനെയൊക്കെ ഒരു ബലമുണ്ട് ഇവിടെ. പിന്നെ ഈ സമയത്തിൻ്റെ ദോഷത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വീട്ടിൽ ചോദിച്ചിട്ട് എന്നെ ബന്ധപ്പെടാം. കാരണം ഇത് 2 വർഷം കൂടി നിനക്ക് മനസ്സ് മടുത്തു പോകും. അത് അങ്ങനെ ഒരു ഇതുണ്ട്. അതിന് ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്. ആ കർമ്മങ്ങൾ വേണോ വേണ്ടിയോ എന്നുള്ള നീ അച്ഛനോടും അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് എന്നോട് അറിയിക്കുക. എന്നിട്ട് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രൂപത്തിൽ ചെയ്യാം. ഈ മൈസൂരിൽ തന്നെയാണോ ബാംഗ്ലൂരാണോ? മൈസൂർ. ഓക്കെ. അതുകൊണ്ട് അത് പരിഹാരം വേണമെങ്കിൽ പറയൂ, വിളിച്ച് ബന്ധപ്പെടൂ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതായാലും നമ്മൾ ഈ ചന്ദ്രൻ്റെ കാര്യം, ചന്ദ്രൻ്റെ പൊതുവായിട്ടുള്ള ഏത് തരത്തിലുള്ള ദോഷത്തിനെയും പരിഹരിക്കാൻ ദേവി ആരാധന തന്നെയാണ്. ശരിക്കും മൂകാംബിക ക്ഷേത്രത്തിലും മറ്റൊക്കെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ദോഷം എവിടെ പോയി എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ പവർഫുള്ളായ കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര, ഇത്തരം ക്ഷേത്രങ്ങളിൽ ആറ്റുകാൽ ഭഗവതി, പിന്നെ കുടുംബദേവതയുണ്ടെങ്കിൽ പിന്നെ അതിനെ മറന്നുകൊണ്ടുള്ള ഒരു കളിയും പറ്റില്ല. അത് വേറെ കാര്യം. ഈ ചന്ദ്രൻ പിഴച്ചവർക്ക് മഹാഭൂരിപക്ഷത്തിനും ഇങ്ങനെ ഇത് കാണുന്നുണ്ട്. കുടുംബദേവതയുടെ കോപവും അത് അവർ ജനിക്കുന്ന സമയത്ത് അത് മൂടപ്പെട്ട അവസ്ഥയുമൊക്കെ ഉണ്ടാവും. ഇപ്പം കഴിഞ്ഞ 20 കൊല്ലത്തിന് ഇങ്ങോട്ടേക്കാണ് ക്ഷേത്രങ്ങളെല്ലാം ഒന്ന് നന്നായി വന്നത്. സാമ്പത്തികമായിട്ട് ചെറിയ മെച്ചങ്ങൾ ഹിന്ദു സമാജം ആർജിച്ചപ്പോൾ, പ്രത്യേകിച്ചും കണ്ണൂർ മലബാർ ഭാഗത്തൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ പൊന്തി വന്നു. അത് ആ കുടുംബത്തിന് മാത്രമല്ല ആ പ്രദേശത്തിനും കൂടുതൽ ഗുണമാണ്. ഒരു ക്ഷേത്രം നശിച്ച സ്ഥലത്ത് ഒരുപാട് ദോഷങ്ങൾ അനുഭവപ്പെടും. അത് സത്യമാണ്. അതൊക്കെ വെറുതെ വായി തോന്നിയ പറയുന്നൊന്നല്ല. അതൊക്കെ ഓരോന്നും കൃത്യമായ പഠനം നടത്തിയിട്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ കുടുംബദേവതയുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം ആദ്യം തീർക്കണം. പക്ഷേ ഇപ്പോൾ അതിനുള്ള വേറൊരു വിഷയം വന്നിരിക്കുന്നത്, ഉത്തമരായ
എന്താണ് സ്വർണ്ണ പ്രശ്നം അല്ലെങ്കിൽ അഷ്ടമംഗല പ്രശ്നമൊക്കെ നടത്തുന്നവർ വളരെ കുറഞ്ഞു പോയി അവരുടെ എണ്ണം. അതിൽ അവർക്കും സ്ഥാപിത താല്പര്യങ്ങളുള്ള ആൾക്കാരൊക്കെ ആയിപ്പോയി പലരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിയായ, ഇപ്പോൾ കാളിയുടെ ഭാവമാണ്, കാളി സങ്കല്പമാണെങ്കിൽ അതിനെ ആ രൂപത്തിൽ തന്നെ അതിനെ ചെയ്യണം. ശാക്തേയ കർമ്മങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ വേണം. മറിച്ച് അവിടെ പാൽപ്പായസവും കടുംപായസവും കൊടുക്കുന്ന വേറെ പരിപാടിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രം അത് ശരിയാവില്ല. അങ്ങനെ ഒരു പരിഷ്കാരം ഇപ്പം ഭയങ്കരമായിട്ട് കണ്ടുവരുന്നു. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിലോ എമ്പാടും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാളിക്ക് വേണ്ടത് ഗുരുതിയും അതേപോലെയുള്ള കാര്യങ്ങളും. ഇപ്പം പഴയ പോലെയുള്ള ഇത് അറവ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം, അതൊക്കെ കുഴപ്പമില്ല എന്ന് കൂട്ടാം. കാരണം അതൊക്കെ ഗവൺമെൻറ് തന്നെ നിരോധിച്ച കാര്യങ്ങളാണ്. അതൊക്കെ വേണമെങ്കിൽ അതിന് പകരമുള്ള ചില കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ. ഗുരുതി തർപ്പണമൊന്നും വേണ്ടെന്നൊന്നും ആരും പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഗുരുതി തർപ്പണമൊക്കെ ചെയ്യേണ്ട സ്ഥലത്ത് പാൽപ്പായസമൊക്കെ കൊടുത്തിട്ട് എന്താണ് കാര്യം? അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ജ്യോതിഷികളിൽ ഒരു വിഭാഗം അത് മധ്യമകർമ്മമൊന്നും അതൊന്നും വേണ്ട, ഉത്തമകർമ്മത്തിലേക്ക് മാറാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവം കുടുംബക്കാരെ അവർക്കൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് അത് ബ്രാഹ്മണനെ ഏൽപ്പിക്കുക. ബ്രാഹ്മണൻ പൂജ ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്, അത് അവിടെ ചെയ്യട്ടെ. ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ അത് ബ്രാഹ്മണൻ തന്നെ ചെയ്തോട്ടെ. പക്ഷേ ഈ കീഴാളം ചെയ്യേണ്ട ഇത് കാവുകളുണ്ട്. ദേവിക്ക് ആ കരിമ്പാലൻ്റെ കൂക്കിയാണ് മുണ്ടിയാമ്പമ്മക്ക് താഴേക്കാവിൽ വേണ്ടത്. അത് കരിമ്പാലൻ്റെ കൂക്കിയോടുകൂടിയുള്ള അത് അവൻ്റെ ആരാധന സമ്പ്രദായമാണ്. അത് കൂക്കി എന്നല്ല ഞാൻ അതിനെ ഉദ്ദേശിച്ചത്. അവരുടേതായ ഒരു പ്രത്യേക ഭാഷയിലാണ് അതിനെ ആരാധിക്കുക. അപ്പോൾ മേലേക്കാവിൽ നമ്പൂതിരി ഉത്തമത്തിൽ അവിടെ ചെയ്യുമ്പോൾ താഴേക്കാവിൽ ഈ മധ്യമകർമ്മങ്ങൾ അവിടെ നടത്തുക തന്നെ വേണം. അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. ഇത് തിരിച്ചറിയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് നമ്പൂതിരിയുടെ കർമ്മം മാത്രമാണ് ഉത്തമം, ബ്രാഹ്മണൻ മാത്രം ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള വാശിയൊക്കെ വളരെ തെറ്റായ പ്രവണതയാണ്. ഇത് ചന്ദ്രദോഷമുള്ളവർ എൻ്റെ ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. അവർക്കാണ് ഇത് സംബന്ധമായിട്ട് ദോഷങ്ങൾ വന്ന് ഭവിക്കുക എന്നുള്ളത് തിരിച്ചറിയണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് വലിയൊരു ചർച്ചക്കുള്ള വിഷയമാണ്. അതിനൊന്നുള്ള സൗകര്യമൊന്നും TV പ്രോഗ്രാമിനില്ല. വലിയ ആൾക്കാർ എവിടെയെങ്കിലും ഇരുന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ തീരുമാനമെടുക്കട്ടെ. ഏതായാലും അല്ലെങ്കിൽ വലിയ ദോഷങ്ങൾ വന്നു ചേരും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കാളിയുടെ മണ്ണാണിത്. കാളിയെ ഇങ്ങനെ തൊട്ട് കളിക്കുന്നതൊക്കെ വലിയ കുഴപ്പത്തിന് കാരണമായി വരും. അതാണ് ഞാൻ പറയുന്നത്. മലബാറിൽ അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ നശിച്ചു പോയതൊക്കെ അറിയാം. ഇതിൻ്റെ ഭാവൽ അങ്ങോട്ട് മാറ്റിയപ്പോൾ അതൊക്കെ തിരിച്ചടിയായി വന്നു. ഒരു ശ്രീചക്രം വെച്ചിട്ട് തെണ്ടിപ്പോയൊരു കുടുംബം എനിക്കിപ്പോൾ അടുത്തറിയാം. വലിയ ശ്രീചക്രം അങ്ങോട്ട് വെച്ചു കൊടുത്തു. ബാക്കിയൊന്നും പറയുന്നില്ല. ആ ജ്യോത്സ്യൻ കള്ളനായിട്ട് ഈ നാട്ടിൽ നിന്നേ പോയി, അത് പോട്ടെ, അതൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും അയാൾ പറഞ്ഞിട്ട് വലിയ ശ്രീചക്രം, എൻ്റെ വീട്ടിലുള്ള ഇത്രയുള്ള ചെറിയ ശ്രീചക്രം, അതിന് പോലും ഞാൻ നിത്യവും നിവേദ്യങ്ങൾ ഒരുപാട് അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രം വലിയ ശ്രീചക്രമൊക്കെ കൊണ്ടുപോയിട്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഏത് രൂപത്തിൽ പരിപാലിക്കണം? അവിടെ നടന്നുകൊണ്ടിരുന്ന കർമ്മങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടാണ് ജ്യോതിഷി മറ്റൊരാൾ കൊണ്ട് ഈ ശ്രീചക്രം അവിടെ വെപ്പിച്ചത്. ആ കുടുംബമേ ഇപ്പോൾ സർവനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെ യാഥാർത്ഥ്യത്തോടു കൂടി പറയുന്നതാണ്. ആളും സ്ഥലമൊന്നും പറയുന്നില്ല, അതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം ദൈവിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ജ്യോതിഷിയെയും ശ്രദ്ധിക്കണം. ജ്യോതിഷി സത്യാന്തമായിട്ട് മാത്രം സംസാരിക്കുന്നവനാണോ, ദൈവവിചാരവും ദൈവഭയവുമുള്ളവനാണോ? ദൈവഭയമില്ലാതെ ആളുകൾ ഈ പണിയെടുക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. എന്നെപ്പോലെ TV-യിലിരുന്ന് എന്തെങ്കിലും പറയുന്ന പോലെ അല്ലല്ലോ, അത് വേറെ വിഷയമല്ലേ. അതിലെന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത് ജീവിതത്തെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല.
ഇനി സ്വകാര്യ പ്രശ്നം ഒരു ജാതകം നോക്കുന്നൊരു ജ്യോതിഷി പ്രവചനം തെറ്റിപ്പോയാലോ അല്ലെ ജാതകം നോക്കുന്നതിൽ പിഴവ് വന്നാലോ ഒന്നും ബാധിക്കുന്നില്ല. ആ വ്യക്തിക്ക് ചെറിയ ചില പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെന്നല്ലാതെ വേറെ ഒന്നും വലിയ സംഭവങ്ങളൊന്നും വരില്ല. മറ്റേത് കുടുംബത്തിന് മൊത്തം ബാധിക്കുന്നതായതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ചന്ദ്രനെ കൊണ്ട് പറഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ യാദൃശ്യമായിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നത്. അതിൽ മറ്റ് മഹാന്മാരായ ജ്യോതിഷികൾക്ക് എന്നോട് പരാതിയൊന്നും തോന്നരുത്. അങ്ങനെ എല്ലാവർക്കും അറിയാലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാലോ. ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അപമാനിക്കലൊന്നും എൻ്റെ ലക്ഷ്യവുമല്ല. എല്ലാ ജ്യോതിഷികളും ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവബുദ്ധിയ കാര്യങ്ങളെ കാണണമെന്ന് മാത്രം അപേക്ഷിക്കുകയാണ്. ഈ സ്വർണ്ണ പ്രശ്നവും മറ്റൊക്കെ അഷ്ടമംഗല പ്രശ്നമൊക്കെ വെക്കാൻ പോകുന്നവരോടാണ് ഞാൻ പറയുന്നത്. സാധാരണ ജ്യോതിഷികൾ കല്യാണക്കുറിപ്പൊക്കെ നോക്കിയിരിക്കുന്ന ജ്യോതിഷികൾക്കൊന്നും ഇത് ബാധകമല്ല. ഏതായാലും നമ്മളെ സമയം ഇന്നിവിടെ തീരുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇന്ന് ദേവിയെക്കുറിച്ച് പറയാൻ പറ്റിയില്ല, അടുത്ത എപ്പിസോഡിൽ പറയാം. ഏതായാലും ഇത്തരം കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കേണ്ടവർക്കും ജ്യോതിഷ സംബന്ധമായിട്ട് ഞാനൊക്കെ പ്രശ്നയന്തിയൊന്നും നടത്തുന്നില്ല. കാരണം അതൊക്കെ അതിൻ്റേതായ സീരിയസ് ആയിട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ സമൂഹത്തിനും എനിക്കും ഗുണമാവൂ എന്ന് കണ്ടതുകൊണ്ടാണ് അതൊക്കെ ഞാൻ ഒഴിവാക്കിയത്. ഞാൻ ജാതകം മാത്രം പരിശോധിക്കുന്നു, അതിന് എന്നാലാവുന്ന രൂപത്തിലുള്ള പരിഹാരങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഈ രത്നക്കല്ലൊക്കെ കൊടുക്കുന്ന പരിപാടിയാണ്. അതൊന്നും ഒരിക്കലും ദോഷമല്ല. ഒരു കാശുള്ള ഒരുത്തനോട് നവരത്നം മേടിച്ചിട്ടാൽ ഒരിക്കലും അതൊരു മോശമായി പോവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഐശ്വര്യം വരേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെയാണ്. അപ്പോൾ ഇത് 2 തരത്തിലറിയാൻ ബുക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന 9388504419 എന്നുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വരാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ വെറും ഓൺലൈനിൽ മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വാട്സാപ്പിൽ അയച്ചാൽ അങ്ങനെയും പറഞ്ഞു തരുന്നതാണ്. ഒക്കെ നിങ്ങളുടെ തീരുമാനമാണ്. വേണ്ടവർ ബന്ധപ്പെടുക. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.